ഇപ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ നാമനിർദ്ദേശ പത്രസമർപ്പണത്തിൽ എത്തുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അശ്വിൻ പാലാഴിയുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ, പറയൂ. ജി കെ, അല്പസമയം മുമ്പാണ് ജി സുധാകരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഉള്ളത് മുനിസിപ്പാലിറ്റിയിലാണ്. ഇവിടെ നിന്ന് UDF പ്രവർത്തകമായി തൊട്ടടുത്തുള്ള കളക്ടറേറ്റിലായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അല്പസമയത്തിനുള്ളിൽ ജി സുധാകരനൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ, UDF പ്രവർത്തകർ. ജി സുധാകരൻ അവിടെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അമ്പലപ്പുഴയിൽ. പാർട്ടി വിട്ട ശേഷം പാർട്ടി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയ ജി സുധാകരന് UDFന്റെ പിന്തുണയുണ്ട് അമ്പലപ്പുഴയിൽ. അമ്പലപ്പുഴയിൽ തനിക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ജി സുധാകരൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2 വട്ടം അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിയാണ്. 3 വട്ടം പ്രതിനിധീകരിച്ച വ്യക്തിയാണ് ജി സുധാകരൻ. ഇപ്പോൾ അമ്പലപ്പുഴയിൽ അദ്ദേഹം ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്. UDFന്റെ പിന്തുണയോടുകൂടിയാണ് ജി സുധാകരൻ മത്സരിക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് പാലക്കാട് രമേശ് പിഷാരടി UDF സ്ഥാനാർത്ഥി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സിറ്റിംഗ് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം UDFന്റെ സ്ഥാനാർത്ഥിയെ രമേശ് പിഷാരടി എത്തുന്നു. എന്ത് വില കൊടുത്തും ആ മണ്ഡലത്തെ ഒപ്പം നിർത്തുക എന്നതാണ് രമേശ് പിഷാരടിക്ക് മുന്നിലുള്ള ദൗത്യം. അവിടെ CPM BJP കൂട്ടുകെട്ടുണ്ട് എന്ന ആരോപണം ഇതിനോടകം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി, ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നേരത്തെ ഉന്നയിച്ചു കഴിഞ്ഞു. ഏതായാലും പാലക്കാട്ടും കനത്ത മത്സരം നടക്കാൻ പോകുന്നു. അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ നിന്നും പാലക്കാട്ട് നിന്നുമുള്ള ദൃശ്യങ്ങളാണ്. സ്ഥാനാർത്ഥികൾ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള ദിവസമായി ഇന്ന് മാറിയിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ പാർട്ടിക്കെതിരെ വിമത ശബ്ദം ഉയർത്തിക്കൊണ്ട്, പാർട്ടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് പാർട്ടിയിൽ നിന്നിറങ്ങിയ ജി സുധാകരൻ. ചാണ്ടി ഉമ്മൻ, പുതുപ്പള്ളിയിൽ മത്സരിക്കുന്ന ചാണ്ടി ഉമ്മൻ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനെത്തിയിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം കോട്ടയത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.